ഹലോ കൂട്ടുകാരെ, ഇതിൻ്റെ ഏതും തട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വർക്കിംഗ് ഡേയിൽ ഒരു മോർണിംഗ് തുടങ്ങുന്നത് വെളുപ്പിന് 5:30 രാവിലെ കിച്ചണിലേക്ക് വരും. ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും തേങ്ങ ചുരണ്ടി വെച്ചിരിക്കുന്നതും എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെക്കും. പിന്നെ കട്ടൻ ചായ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കും. രാവിലെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ റോഡിലോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം, അധികം നേരം അങ്ങോട്ട് കുറച്ച് നേരം ഇരുന്നാലേ എനിക്കൊരു ഉന്മേഷം വരുള്ളൂ. അകത്ത് കുറച്ച് ജോലി ഒതുക്കി വെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. 7:45 ആകുമ്പോൾ കാശപ്പന് പോകേണ്ടതാണല്ലോ. അപ്പം നമ്മളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്നാൽ കാര്യം നടക്കില്ലല്ലോ. അത് കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ബാക്കിലൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഒരു കുഞ്ഞ് കിളിക്കൂട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് കിളിയുണ്ട് അതിനകത്ത്. ഞാൻ പിന്നെ അതിനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കോവൽ, ഈ കോവലിലാണ് മെഴുക്ക് പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. കാശപ്പൻ അതിന് പറയാതെ ഈ കോവൽ വെട്ടിക്കളയാതെ മെഴുക്ക് പുരട്ടി വെപ്പ് നിർത്താൻ വേണ്ടി. എൻ്റെ സൗണ്ടൊക്കെ കേട്ട് കുഞ്ഞിക്കിളി കൂട്ടിൽ നിന്നും പറന്നു പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് സമയം പോയത് കാരണം ഇന്ന് കിച്ചണിൽ ഇച്ചിരി ധൃതി കൂടും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച സാധനങ്ങളുടെയൊക്കെ തണുപ്പ് മാറിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കേദപ്പൻ്റെ ഫീഡിംഗ് ബോട്ടിലൊക്കെ നന്നായി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ മീൻ പീര ഇന്നലെ വൈകിട്ടായിരുന്നു റെഡിയാക്കി. അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചു. കാച്ചപ്പന് ഇതൊന്നും കൊടുത്തുവിട്ടില്ല കേട്ടോ. പിന്നെ ദോശയ്ക്കുള്ള ചമ്മന്തി റെഡിയായി. ഇനി ദോശയും കൊണ്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കാശപ്പന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമല്ലോ. അങ്ങനെ പാനൊക്കെ വെച്ച് ദോശയൊക്കെ ചുട്ട്. ഇവിടെ എല്ലാവർക്കും പ്ലെയിൻ ദോശയാണ് ഇഷ്ടം. അല്ലാണ്ട് കട്ടി ദോശയേക്കാളും ഇഷ്ടം പ്ലെയിനായിട്ടിങ്ങനെ. അത് നമ്മൾ തിരിച്ചിടാറില്ല. നെയ്യും ഒക്കെ തൂവിയിട്ട് നമ്മൾ മടക്കി അങ്ങ് എടുക്കുകയാണ് പതിവ്. നെയ്യ് തൂവില്ലെങ്കിൽ കുഴപ്പമില്ല, അവരിങ്ങനെ മടക്കി അങ്ങ് എടുത്താൽ മതി. ഈ ദോശ ചൂടോടെ ചുട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല. അതിനാൾ വന്നിരിക്കുമ്പോഴേ ഞാൻ ദോശ ചുടാറുള്ളത്. അങ്ങനെ അതിനിടയിൽ കൂടെ നമുക്ക് ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കാശപ്പൻ്റെ ലഞ്ച് ബോക്സും തയ്യാറായി. മുട്ട ചിക്കിയതും ചമ്മന്തി മീൻ വറുത്തതും മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് 7:45 കാശപ്പൻ ഓടിപ്പോവുക. എന്നോട് കൊണ്ടുവിടാൻ പറഞ്ഞു. കുറച്ചപ്പുറത്തെ ബസ് വരുള്ളൂ, കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ടൈമില്ല, ഓടിക്കൊള്ളാൻ പറഞ്ഞു. സൈക്കിൾ എടുത്തിട്ട് പോകാൻ മടിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഏതെന്തോട്ടത്തിലേക്ക് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ പോയി നമ്മുടെ ഒരു വെണ്ട കൃഷിയൊക്കെ ഉണ്ട്, കുറച്ച് കുഞ്ഞു കൃഷികൾ അടുക്കള തോട്ടത്തിന് വേണ്ട. ഇത് നമ്മുടെ ഒരു കോവലാണ്. ഈ കോവലൊക്കെ നമ്മൾ പച്ചക്കറി കടയിലേക്ക് കൊടുക്കുക. കുറച്ചുള്ളതായാലും നാടൻ പച്ചക്കറിക്ക് ഇപ്പം ഡിമാൻഡല്ലേ. അങ്ങനെ ഞങ്ങളുടെ വാഴക്കുട്ടന്മാരൊക്കെ ചെറുതായിട്ട് കൂമ്പൊക്കെ വന്നിട്ടുണ്ട്, ചിലതിനൊക്കെ. അതെല്ലാം നോക്കി രാവിലെ കുറച്ച് സമയം ഇങ്ങനെയും പോകും. ഇത് കണ്ടോ കുട്ടിച്ചക്ക. പക്ഷേ ഇത് താഴെ ഇരിക്കുന്നത്, ഇത് വലുതാവുന്നില്ല. ഇതിനകത്തിന് ഈ പഴുക്കാറാകുമ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതിലൊക്കെ വന്നു. അപ്പോൾ കേദപ്പം കുറേ നേരം ഇതിലൊക്കെ ഓടി നടന്നോളും. ഐഷൻ്റെ കൂടെ രാവിലെ കേദപ്പം വരും, എന്നാലും എൻ്റെ കൂടെ ഇറങ്ങും. ഇത് കണ്ടു അമ്പഴം. ഇത് നമ്മളിതുവരെ അച്ചാറിട്ടില്ല, എല്ലാം അവിടെ തന്നെ നിൽക്കി. നമ്മൾ പിച്ചി കളയാനൊന്നും തോന്നില്ല. അപ്പം പിച്ചി കഴിക്കാൻ തോന്നുന്നവർക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് നടക്കുമ്പോഴേ രാവിലെ കുറച്ച് സമയമൊക്കെ പോകും. മണിയെങ്കിലും ഇതിന് തിരികെ കയറി പോകുമ്പോൾ. ഐഷേട്ടൻ രാവിലെ ജോലിക്കാളിനെയൊക്കെ പറഞ്ഞു വിടാനായിട്ട് പോവാണ്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ.